ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കൺമണി പാർട്ട് 3. രശ്മി ഒരു കായ്ക്കാത്ത മരമാണെന്ന് അയാൾ പറഞ്ഞത് സ്വന്തം വീഴ്ച മൂടിവെക്കാനാണ്. കിടപ്പറയിൽ അയാൾ ഒരു നല്ല കാമുകനല്ല. സെക്സ് അയാൾക്കൊരു പരാക്രമമാണ്, ഒരു തരം പെർവർഷൻ. അത് മൂടിവെക്കാൻ അയാൾ രശ്മിയിൽ കുറ്റം ആരോപിച്ചു. ഒരു ചെറു ഭൂചലനം പോലെ മനസ്സിലേക്ക് കടന്നു വന്ന അസ്വസ്ഥതകളെ സുഹാസ് ആട്ടിപ്പായിച്ചു. കേട്ടതും ധരിച്ചതും എല്ലാം തെറ്റാണ്. ഇനി സുഭാഷിനും ഫ്രെഡറിക് സൈമണും കഴിയില്ല തൻ്റെ ഭാര്യാ സ്നേഹത്തിൽ മീതയിൽ ആൽക്കഹോൾ കലർത്താൻ. അന്ന് രാത്രി പുതിയൊരു ആവേശത്തോടെ സുഹാസ് രശ്മിയിലേക്ക് സംക്രമിക്കുമ്പോൾ അവൾ ചോദിച്ചു, ഇന്നെന്താ സുഹേട്ടാ, എന്നെ റേപ്പ് ചെയ്യുകയാണോ? കുറച്ച് കഴിഞ്ഞാണ് സുഹാസ് അതിന് മറുപടി പറഞ്ഞത്. ഒക്കെ നേരത്തെ കാലത്തെ ആവുന്നതാണ് നല്ലത്. താമസിച്ചാൽ റിട്ടയർമെൻ്റ് സമയത്ത് പിള്ളേർ SSLC കടക്കില്ല. രശ്മി ശബ്ദമടക്കി ചിരിച്ചു. ഓരോ സൂര്യോദയവും സാധാരണ പോലെ കടന്നു പോകുമ്പോൾ സുഹാസ് രശ്മിയെ അർത്ഥവത്തായി നോക്കി. രശ്മിക്കും അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. ബാങ്കിലെ കസ്റ്റമർ ഡോക്ടർ വിമല മേനോനില്ലേ, നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടാലോ? പേരെടുത്ത ഗൈനക്കോളജിസ്റ്റ് ആണ്. നിർവികാരതയോടെ രശ്മി പറഞ്ഞു. സുഹേട്ടൻ്റെ ഇഷ്ടം. നഗരത്തിലെ പ്രശസ്തയായ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ വിമല മേനോൻ. VIP വയറ്റാട്ടി എന്നൊരു ഇരട്ട പേരുണ്ടവർക്ക്. അവരുടെ പേഷ്യൻസ് എല്ലാം ഉയർന്ന ആൾക്കാരാണത്രേ. ഉന്നത ഗർഭങ്ങൾ സംരക്ഷിക്കൽ മാത്രമല്ല, നശിപ്പിക്കലും അവർ ചെയ്യാറുണ്ടെന്ന് ഗോസിപ്പ് ക്ലബ്ബുകളിൽ പറഞ്ഞു കേൾക്കുന്നു. പരിശോധന കഴിഞ്ഞ് കൈ കഴുകി തുടച്ചുകൊണ്ട് ഡോക്ടർ വിമല മേനോൻ പറഞ്ഞു, ചില ടെസ്റ്റുകൾ നടത്താനുണ്ട്. റിസൾട്ട് വൈകിട്ടേ കിട്ടൂ. വൈകിട്ട് സുഹാസ് വന്നാൽ മതി. വൈകിട്ട് വന്നപ്പോൾ അവർ സുഹാസിനോട് പറഞ്ഞു, വൈഫ് കേൾക്കണ്ട എന്ന് കരുതിയാണ് രാവിലെ പറയാതിരുന്നത്. ഒരു ഷോക്കാവും അവർക്ക്. കുഴപ്പം അവർക്കാണ്. ഷീസ് ഇൻഫെർട്ടൈൽ. സുഹാസ് വിളറിപ്പോയി. മനസ്സിലാക്കിയത്തോളം ജന്മനാ വന്ധ്യയാണ് രശ്മി. ശരീരത്തിൻ്റെ ഘടനാപരമായ തകരാറ് കാരണം ഉണ്ടാകുന്ന വന്ധ്യത മാറ്റാൻ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ചിലതിനൊക്കെ നീണ്ട ചികിത്സ വേണ്ടി വന്നേക്കും. പക്ഷേ ഇൻഫെർട്ടിലിറ്റി ബൈ ബർത്ത്, അതിന് ചികിത്സയില്ല. ഒരു വഴിയുമില്ലേ ഡോക്ടർ? ഒരു കച്ചിത്തുരുമ്പ് തേടുകയായിരുന്നു സുഹാസ്. അമേരിക്കയിലെ ചില റിസർച്ച് സെൻ്ററുകൾ ജന്മനായുള്ള വന്ധ്യതയ്ക്ക് പരിഹാരം കണ്ടുപിടിച്ചതായി ഈയിടെ ഒരു മെഡിക്കൽ ജേണലിൽ വായിച്ചിരുന്നു. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു വിദേശയാത്ര, ചികിത്സയുടെ ഹെവി എക്സ്പെൻഡിച്ചർ. പക്ഷേ എനിക്കതിൽ വലിയ ഹോപ്പ് തോന്നുന്നില്ല. സുഹാസ് പിന്നിലേക്ക് ചാഞ്ഞിരുന്നു. കഴുത്തിൽ നിന്ന് വിയർപ്പൊഴുകുന്നു. ഡോക്ടർ മന്ദഹസിച്ചു. ഇങ്ങനെ അപ്സെറ്റ് ആയാലോ? യു ആർ എ ബാങ്ക് ഓഫീസർ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് വൈഫിൻ്റെ സെക്കൻഡ് മാരേജ് ആണ് അല്ലേ? അതെ. ഫസ്റ്റ് മാരേജിൽ എന്തുകൊണ്ട് കൺസീവ് ചെയ്തില്ല എന്ന് തിരക്കിയില്ലേ? അത് ക്ലിയർ ചെയ്തില്ലേ? അത്രയൊന്നും ചിന്തിച്ചില്ല. അത് തിരക്കേണ്ടതായിരുന്നില്ലേ? ഒരു പക്ഷേ അത് തന്നെ ആയിക്കൂടെ ഫസ്റ്റ് മാരേജിൻ്റെ കൊളാപ്സിന് കാരണം? അറിയില്ല ഡോക്ടർ, എനിക്കൊന്നും അറിയില്ല. ഡോക്ടർ അല്പനേരം മേശപ്പുറത്തേക്ക് നോക്കി തല കുനിച്ചിരുന്നു. ഒരു കാര്യം ചെയ്യൂ, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോളൂ. സിറ്റിയിൽ തന്നെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടല്ലോ. ഒരാളുടെ അഭിപ്രായത്തെ മാത്രം ആശ്രയിക്കേണ്ട. സുഹാസ് യാന്ത്രികമായി എണീറ്റു. യാത്ര പോലും പറയാതെ വാതുക്കലേക്ക് നടന്നു. വെയിറ്റ്, ഡോക്ടർ പറഞ്ഞു. അപ്സെറ്റ് ആവരുത്. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലല്ലോ. എല്ലാം പരാജയപ്പെട്ടെന്ന് തോന്നുമ്പോൾ എൻ്റെ അടുത്ത് തന്നെ വരിക. സുഹാസ് പ്രത്യാശയോടെ നോക്കി. എന്തിനാണ് ഡോക്ടർ? അതപ്പോൾ പറയാം. മടങ്ങുമ്പോൾ സുഹാസിൻ്റെ ആശങ്ക വർദ്ധിച്ചു. ഇക്കാര്യം എങ്ങനെ രശ്മിയോട് പറയും? എന്തായിരിക്കും അവളുടെ പ്രതികരണം? പുല്ല് കിളിർക്കാത്ത പാഴ്മണ്ണാണ് തൻ്റെ ഗർഭപാത്രമെന്നറിയുന്ന പെണ്ണിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇക്കാര്യം മറച്ചു വെച്ചാലോ? അതെങ്ങനെ സാധിക്കും? ബുദ്ധിമതിയാണ് രശ്മി, എല്ലാം മനസ്സിലാക്കും. തുറന്നു പറയുന്നതാണ് ബുദ്ധി. പക്ഷേ രശ്മിയുടെ പെരുമാറ്റം സുഹാസിന് വിചിത്രമായി തോന്നി. ഒന്നും ചോദിക്കുന്നില്ല, ഒരു ജിജ്ഞാസയുമില്ല. എല്ലാം സാധാരണ പോലെ. രാത്രി കിടക്കുമ്പോൾ ഇരുട്ടിൽ രശ്മിയുടെ കൈ സുഹാസിൻ്റെ നെഞ്ചു തേടി ചെന്നു. ഡോക്ടർ എന്നെ ഒഴിവാക്കിയതാണ് അല്ലേ? അതെന്താ അങ്ങനെ? വൈകിട്ട് വരാൻ പറഞ്ഞത് സുഹയേട്ടനെ ഒറ്റയ്ക്ക് കാണാൻ വേണ്ടിയാണ് അല്ലേ? എന്നാര് പറഞ്ഞു? എനിക്ക് അവരുടെ മുഖം കണ്ടപ്പോൾ മനസ്സിലായി. ഒരു പെണ്ണിന് വേഗം മനസ്സിലാവും മറ്റൊരു പെണ്ണിനെ. മൗനം ഒരിടവേള പോലെ അവർക്കിടയിലൂടെ കടന്നു വന്നു. രശ്മി സുഹാസിൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി പറഞ്ഞു, എനിക്കൊരിക്കലും അമ്മയാവാൻ കഴിയില്ല അല്ലേ? സുഹാസ് ഒരു നിമിഷം മൗനം പാലിച്ചു. എന്തു പറയൂ അവളോട്? എന്ന് തീർത്ത് പറയാൻ വയ്യ. നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാം. എത്ര ഒപ്പീനിയൻ എടുത്താലും
ഗുണമുണ്ടാവില്ല സുഹേട്ട. ഡോക്ടർമാരെ മാറൂ, ഒപ്പീനിയൻ മാറില്ല. നിനക്കിത് നേരത്തെ അറിയാമായിരുന്നോ? സംശയമുണ്ടായിരുന്നു, കൺഫേം ചെയ്തില്ല. സുഭാഷിനോടൊത്ത് നീ 4 വർഷം താമസിച്ചതല്ലേ? ഒന്നും സംഭവിച്ചില്ലല്ലോ, അപ്പോഴും കൺഫേം ചെയ്തില്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ സുഹേട്ട, ഞങ്ങളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി. ഒരു പ്ലഷർഫുൾ സെക്സ് എക്സ്പീരിയൻസ് വേണ്ട, അതിലേക്കൊന്നും കടക്കണ്ട. ഒന്നിനും സാവകാശം കിട്ടിയില്ല. അമ്മയാകാനല്ല, ഭാര്യ അല്ലാതാകാനായിരുന്നു തിടുക്കം. പിന്നീട് ഒരു നീണ്ട യാത്രയായിരുന്നു. ഡോക്ടറിൽ നിന്ന് ഡോക്ടറിലേക്ക്, ക്ലിനിക്കിൽ നിന്ന് ക്ലിനിക്കിലേക്ക്. കേരളത്തിലെ എല്ലാ പ്രമുഖ ഗൈനക്കോളജിസ്റ്റുകളുടെ മുന്നിലും സുഹാസ് രശ്മിയെ പ്രദർശിപ്പിച്ചു. ഒടുവിൽ അവരെത്തിയത് ബോംബെയിലെ ലോക പ്രശസ്തനായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ SR ദേശ്മുഖിൻ്റെ മുമ്പിൽ. വെളുത്തു തൊടുത്ത മുഖത്ത് ഗൗരവം ഒട്ടിച്ചു വെച്ച പ്രസവങ്ങളുടെ ആ ചക്രവർത്തി കസേരയിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, ലുക്ക് മിസ്റ്റർ സുഹാസ്, അവസാന നിമിഷം വരെ ആശ കൈവെടിയരുത് എന്നാണ് മെഡിക്കൽ എത്തിക്സ്. ഞങ്ങൾ ഡോക്ടർമാർ ചികിത്സിക്കുന്നു, ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എല്ലാ രോഗങ്ങളും ഭേദമാക്കുന്ന ഒരു മഹാവൈദ്യനുണ്ടല്ലോ, അവിടെ വിശ്വാസമർപ്പിക്കൂ. വിശ്വാസത്തിന് മലയെ മറിച്ചിടാൻ കഴിയും. അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മെഡിക്കൽ സയൻസിന് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ ആം സോറി. ബോംബെയിൽ നിന്നും മടങ്ങുമ്പോൾ ട്രെയിനിൻ്റെ ഇരമ്പം സുഹാസിൻ്റെ തലച്ചോറിൽ പ്രതിധ്വനിച്ചു. കരയാതെ കരയുന്ന രശ്മിയുടെ മുഖം അയാളിൽ സഹതാപമുണർത്തി. പാവൻ രശ്മി. അവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയ വാക്കിനായി അയാൾ മനസ്സിലാകെ തിരഞ്ഞു. സ്ത്രീയുടെ പരമമായ ധർമ്മം നിഷേധിക്കപ്പെട്ട പാഴ്മരം. അതിൻ്റെ ശാഖകൾ പുഷ്പിക്കില്ല, അതിൽ കനികൾ കായ്ക്കില്ല. നീണ്ട അവധി കഴിഞ്ഞെത്തിയ സുഹാസും രശ്മിയും വീണ്ടും ജോലിക്ക് പോയി തുടങ്ങി. എല്ലാം സാധാരണ പോലെയാണെന്ന് നടിക്കാൻ ശ്രമിച്ചെങ്കിലും ആ മുഖങ്ങളിലെ കരുവാളിപ്പ് തെളിഞ്ഞു തന്നെ നിന്നു. അച്യുതൻ പിള്ളയാണ് ആ സ്വാമിജിയെക്കുറിച്ച് സുഹാസിനോട് പറഞ്ഞത്. മൂക്കിനോട് എന്തോ ദേഷ്യമുള്ള മട്ടിൽ നിർദാക്ഷിണ്യം മൂക്കുപ്പൊടി വലിച്ചു കയറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു, പെറാത്തവരെ പെറിയിപ്പിക്കുന്ന മന്ത്രവിദ്യയൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. അത്തരം ഒരു മുൻവിധിയും വേണ്ട. രശ്മിയും കൂട്ടി സാർ അവിടെ നിന്ന് പോയി നോക്കണം, എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടാകും എന്നെൻ്റെ മനസ്സ് പറയുന്നു. സുഹാസിനും തോന്നി, ഒന്ന് പോയി നോക്കിയാലോ. രശ്മി വിസമ്മതമൊന്നും പറഞ്ഞില്ല. ഈശ്വരൻ്റെ കയ്യിലെ ഒരു പരിഹാരമുള്ളൂ എന്ന് വ്യക്തമാണ്. ഭൂമിയിലെ എല്ലാ വാതിലുകളും അടയുമ്പോഴാണല്ലോ മനുഷ്യൻ ഈശ്വരൻ്റെ കവാടത്തിൽ മുട്ടുന്നത്. നഗരത്തെ ചുറ്റി ഒഴുകുന്ന നദിയുടെ മറുഭാഗത്തൊരു ഗ്രാമം. ചെമ്മൺ പാത അവസാനിക്കുന്നിടത്ത് മരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്നു. ഒതുക്ക് കല്ലുകൾ കയറി ചെല്ലുമ്പോൾ ഒരു ചെറിയ കൂര, കുടിലെന്നോ ആശ്രമോ എന്നോ വിളിക്കാം. കാർ നിർത്തി അങ്ങോട്ട് ചെല്ലുമ്പോൾ സുഹാസിന് അനുഭവപ്പെട്ടത് വല്ലാത്തൊരു ശാന്തതയാണ്. നിശബ്ദത അവിടുത്തെ പവിത്രമായ ചൈതന്യമായി നിറഞ്ഞു നിൽക്കുന്നു. വരാന്തയിലും മുറ്റത്തുമായി കുറച്ചു പേർ. ചിലർ കാവി ധരിച്ചിട്ടുണ്ട്. മരച്ചുവട്ടിൽ നിന്നയാൾ സുഹാസിനെ കണ്ട് പരിചയഭാവത്തിൽ ചിരിച്ചു. സുഹാസ് സാറല്ലേ? സുഹാസിന് ആളെ മനസ്സിലായി. തോമസ്, ബാങ്കിലെ കസ്റ്റമറാണ്. സിറ്റിയിൽ ഇലക്ട്രിക് ഷോപ്പ് നടത്തുന്നു. തോമസ് ഇവിടെ? ഞാൻ ഇവിടെ മിക്കപ്പോഴും വരാറുണ്ട്. സുഹാസ് ചോദ്യഭാവത്തിൽ നോക്കി. സംശയിക്കണ്ട, അദ്ദേഹം മനുഷ്യരുടെ എല്ലാ സ്വാമിജിയാണ്, ഹിന്ദുക്കളുടെ മാത്രമല്ല. ഞാൻ അപ്പോയിൻമെന്റ് വാങ്ങിയിട്ടില്ല. ഇവിടെ അത്തരം ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട, ആർക്കും വരാം. സ്വാമിജിയോടൊപ്പം സമയം ചെലവഴിക്കാം. സുഹാസ് ചുറ്റും നോക്കി. അദ്ദേഹം എവിടെ? അകത്താണോ? തോമസ് വരാന്തയിലേക്ക് വിരൽ ചൂണ്ടി. സുഹാസും രശ്മിയും അതിശയിച്ചു. വരാന്തയിൽ മറ്റുള്ളവരോടൊപ്പം ഇരിക്കുന്നു താടിയുള്ള ഒരു കൃഷഗ്രാത്തൻ. സാധാരണക്കാരിലൊരു സാധാരണക്കാരൻ. പാദപൂജയും പടിപൂജയും പത്മാസനവും ഇല്ലാത്ത ഗുരു. സുഹാസും രശ്മിയും അടുത്ത് ചെന്ന് വന്ദിക്കുമ്പോൾ സ്വാമിജി മുഖത്തു നോക്കാതെ വിരൽ ചൂണ്ടി. ആ പായിലിരിക്കാം. അവർ ഇരുന്നു. സ്വാമിജി തറയിൽ തന്നെ നോക്കി അല്പനേരം ഇരുന്നു. ഒരു പ്രശ്നം വല്ലാതെ അലട്ടുന്നുണ്ട് അല്ലേ? സുഹാസ് തലയാട്ടി. സ്വാമിജി പുഞ്ചിരിച്ചു. അത് പറയാൻ ദൈവജ്ഞാനമൊന്നും വേണ്ട, മനസ്സ് കലങ്ങുമ്പോഴേ എന്നെ ഓർക്കും. സുഹാസ് ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ വീശുന്ന കാറ്റിന് പോലും പൊള്ളുന്ന മനസ്സിന് തണുപ്പ് പകരാൻ കഴിയുന്നുണ്ട്. സ്വാമിജി പെട്ടെന്ന് ഓർമ്മയിൽ നിന്നെണ്ണവണ്ണം ഞെട്ടി ഉണർന്ന് കണ്ണുകൾ തുറന്നു. പ്രശ്നത്തിനൊരു ഉടൻ പരിഹാരമുണ്ടാകും. അത് കഴിഞ്ഞ് എന്നെ വന്ന് കാണൂ. സുഹാസ് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എന്ത് പരിഹാരമാണ് സ്വാമിജി? അത് അനുഭവിച്ചറിഞ്ഞാൽ പോരെ? മതി എന്ന മട്ടിൽ അയാൾ തലകുലുക്കി. അത് കഴിഞ്ഞ് ഇവിടെ വരൂ. ചില അമ്പലങ്ങളിൽ വഴിപാട് നടത്താനുണ്ട്, ഞാൻ പറഞ്ഞു തരാം. അദ്ദേഹം രണ്ടുപേരെ അനുഗ്രഹിച്ചു. സമാധാനമായി പോയി വരൂ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും ഉടൻ. സ്വാമിജിയെ വന്ദിച്ച്
കാറിനടുത്തേക്ക് നടക്കുമ്പോൾ തോമസ് കൂടെ ചെന്നു. സുഹാസ് ചോദിച്ചു, എങ്ങനാ ഇവിടുത്തെ പതിവ്? ദക്ഷിണ എന്തെങ്കിലും? തോമസ് ചിരിച്ചു. സ്വാമിജിയിലുള്ള വിശ്വാസമാണ് ഇവിടുത്തെ ദക്ഷിണ, മറ്റൊന്നും വേണ്ട. കാർ നീങ്ങുമ്പോൾ സുഹാസിൻ്റെ ഉടഞ്ഞിരുന്ന മനസ്സ് സന്തോഷഭരിതമായി. ഈ പ്രശ്നങ്ങളുമായി ഇതുവരെ പോയ സ്ഥലങ്ങളിലൊന്നും കിട്ടാത്ത ആത്മവിശ്വാസം ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും ഉടൻ. ബാങ്കിലെത്തിയപ്പോൾ ഡോക്ടർ വിമല മേനോന്റെ സന്ദേശം സുഹാസിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉടൻ കാണണം. വൈകുന്നേരം ക്ലിനിക്കിന് പിന്നിൽ ഡോക്ടർ താമസിക്കുന്ന വീടിൻ്റെ ഡ്രോയിങ് റൂമിൽ അവർ ഇരുന്നു. പ്രസവിക്കാത്ത സ്ത്രീകളെ ധാരാളം കാണുന്നവളാണല്ലോ ഞാൻ. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനൊന്ന് തുടങ്ങാൻ തോന്നിയത്. ഞാൻ ചൈൽഡ് അഡാപ്ഷൻ സെൻറ്റർ നടത്തുന്നുണ്ട്. രജിസ്റ്റേർഡ് അല്ല, ഒരു പ്രൈവറ്റ് സർവീസ്. സമൂഹത്തിൻ്റെ ലൈസൻസ് ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന സൗജന്യ സേവനം. സുഹാസ് കേട്ടിരുന്നു. ദത്തെടുക്കുന്ന കുട്ടിയെ സ്വന്തം പോലെ വളർത്തുമെന്ന് വിശ്വാസമുള്ള കേസുകളിൽ മാത്രമേ ഞാൻ ഇടപെടാറുള്ളൂ. ചില കേസുകളിൽ ദത്തെടുത്ത അമ്മമാർ പിന്നീട് പ്രസവിച്ചത് കാരണം ദത്തെടുക്കപ്പെട്ട കുട്ടികൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വാസത്തോടെ ഞാൻ ചോദിക്കട്ടെ, എന്താ ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ആരുടെ കുട്ടിയാണ് ഡോക്ടർ? എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? ഹ ഹ ഹ. ഡോക്ടർ ഉറക്കെ ചിരിച്ചു. അഡോപ്ഷൻ നിയമങ്ങൾ അറിയില്ല അല്ലേ? കുട്ടിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ടോപ്പ് സീക്രട്ട് ആയിരിക്കും. ഇറ്റ്സ് ഒറിജിൻ, ഇറ്റ്സ് പേരൻസ്, അങ്ങനെയെല്ലാം. സുഹാസിൻ്റെ സംശയം മാറിയില്ല. നിയമപരമായി ജനിക്കുന്ന കുട്ടികളായിരിക്കില്ല സെൻറ്ററിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺഫിഡൻഷ്യൽ നേച്ചർ കാത്തു സൂക്ഷിക്കാൻ സെൻറ്ററിന് ബാധ്യതയുണ്ട്. പ്രോപ്പർ ചാനലിലൂടെ ഒരു അഡോപ്ഷന് സുഹാസ് ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് വേണ്ടിവരും. സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് വഴി വേണം മൂവ് ചെയ്യാൻ. ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ കേസിൽ അതൊന്നും ആവശ്യമില്ല. ഞാനൊരു കുട്ടിയെ നിങ്ങൾക്ക് തരുന്നു. സ്വീകരിക്കാൻ തയ്യാറാണോ? സുഹാസ് ചിന്താക്കുഴപ്പത്തിലായി. പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചാൽ സുഹാസിനെയും രശ്മിയെയും നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഇടപെടുന്നത്. സാധാരണ ഇത്തരം റിസ്ക് ഞാൻ ഏൽക്കാറില്ല. അങ്ങനെ ഏറ്റ പല കേസുകളിലും പിന്നീട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആലോചിക്കാൻ കുറച്ച് സമയം വേണം ഡോക്ടർ. ഓക്കെ, ടേക്ക് 1 ഡേ. വീട്ടിൽ പോയി രശ്മിയുമായി ആലോചിക്കുക, നന്നായി ആലോചിക്കുക. പക്ഷേ നാളെ രാവിലെ എനിക്കൊരു മറുപടി വേണം. ഡോക്ടർ വിമല മേനോൻ്റെ അടുത്തു നിന്ന് മടങ്ങുമ്പോൾ സുഹാസിൻ്റെ മനസ്സിൽ സ്വാമിജിയുടെ വാക്കുകളായിരുന്നു. ഒരു പരിഹാരം ഉടനെ ഉണ്ടാവും. ഇതാണോ സ്വാമിജി ഉദ്ദേശിച്ച പരിഹാരം? ആയിരിക്കും. ഇതല്ലാതെ എന്ത് പരിഹാരം? പ്രസവിക്കില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ പെണ്ണിന് ഇതേ ഉള്ളു വഴി. രശ്മിയുടെ പ്രതികരണം എന്തായിരിക്കും? എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായമുള്ളവളാണ് രശ്മി. അവൾക്ക് ഇത് സ്വീകാര്യമായിരിക്കുമോ? രസം പിടിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരുന്ന രശ്മി റിമോട്ടിലെ മ്യൂട്ട് ബട്ടണിൽ ജെക്കി. ആ, ഇനി പറ, എന്തിനാ അവർ കാണണമെന്ന് പറഞ്ഞത്? ആദ്യം നീ ആ കുന്ത ഓഫ് ചെയ്യ്, എന്നിട്ട് വരാന്തയിൽ 2 കസേര എടുത്തിട്ട് നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. കസേരയും എടുത്ത് വരാന്തയിലേക്ക് പോകുമ്പോൾ രശ്മി പിറുപിറുത്തു. ഷടാ, ഇതിനെന്തോന്നാ ഇത്ര പുതുമ? നല്ലൊരു സീരിയൽ മിസ് ചെയ്തു. കാര്യങ്ങൾ വിവരിക്കുമ്പോൾ രശ്മി മൗനം പൂണ്ടിരുന്നു. ഒന്നും അങ്ങോട്ട് ചോദിച്ചില്ല. നാളെ ഒരു കുഞ്ഞിനെ നമുക്ക് തരാൻ അവർ തയ്യാർ. നമ്മളൊന്ന് യെസ് മൂളിയാൽ മാത്രം മതി. രശ്മി പതുക്കെ എണീറ്റ് ഗ്രിപ്പിൽ പിടിച്ച് അകത്തേക്ക് നോക്കി നിന്നു. ആർക്കോ ജനിച്ചൊരു കുട്ടി. നാളെ അത് നമ്മുടേതാവുന്നു. ജീവിതം മുഴുവൻ അത് നമ്മോടൊപ്പം കഴിയുന്നു. അതിൻ്റെ പശ്ചാത്തലം അറിയില്ല. അച്ഛനമ്മമാർ ആരെന്നറിയില്ല. ഉപേക്ഷിക്കപ്പെട്ട സാഹചര്യം എന്താണെന്നറിയില്ല. സുഹാസ് ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. എയ്ഡ്സ് പിടിപെട്ട സ്ത്രീകൾ പ്രസവിക്കുന്ന കുട്ടികളെ ഉപേക്ഷിക്കുന്നതായി ഒരു ഇംഗ്ലീഷ് മാഗസിനിൽ വായിച്ചിരുന്നു. ശാരീരിക വൈകല്യമുള്ള മാതാപിതാക്കൾ അത് മക്കളിലേക്ക് പകരുമെന്ന് ഭയന്നും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാറുണ്ട്. എങ്ങനെ അറിയാം സുഹേട്ടാ? സുഹാസ് എണീറ്റ് പതുക്കെ നടന്നു. നീ നിഴലിനോട് യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ ദത്തെടുക്കാൻ പോകുന്ന കുട്ടിക്ക് ഇതൊക്കെയുണ്ടെന്ന് നീ എങ്ങനെ ഉറപ്പിച്ചു? നാളെ നീ പ്രസവിക്കുമെങ്കിൽ ആ കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാവില്ലേ എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? അയാൾ രശ്മിയുടെ തോളിൽ പിടിച്ചു. നോക്ക് രശ്മി, ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ്. നമ്മുടെ ദുഃഖത്തിന് ദൈവം കാണിച്ചു തന്ന പരിഹാരമാണ്. സ്വാമിജി പറഞ്ഞത് ഓർമ്മയില്ലേ? രശ്മിയുടെ മുഖം സങ്കടം കൊണ്ട് ചുവന്നു. അവൾ സുഹാസിൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞെന്നല്ലേ ഉള്ളൂ, നോ എന്ന് പറഞ്ഞില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നോ എന്ന് പറയാൻ എനിക്ക് എന്ത് അവകാശം? സുഹേട്ടന് സ്വന്തമായൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ലാത്തവളാണ് ഞാൻ.
വാടകയ്ക്കൊരു കുഞ്ഞിനെ എടുക്കരുതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. വാചകത്തിൻ്റെ അവസാനം അവൾ വിതുമ്പിപ്പോയി. സുഹാസ് അവളെ നെഞ്ചോട് ചേർത്തമർത്തി. മണ്ടിപ്പെണ്ണ്, തൻ്റെ ഇടവും ബഹളവും ഒക്കെ പുറത്തേ ഉള്ളൂ. അകത്ത് നീ ഒരു പാവമാണ്. നിനക്കിഷ്ടമില്ലെങ്കിൽ നമുക്കത് മറക്കാം. വേണ്ട സുഹേട്ട, വേണ്ട. സുഹേട്ടൻ്റെ ഇഷ്ടമാണ് വലുത്. സ്വന്തം കുഞ്ഞിൻ്റെ സ്ഥാനത്ത് ആരാൻ്റെ കുഞ്ഞിനെ താലോലിക്കുന്ന സുഹേട്ടനെ ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറാവുന്നില്ല. ഞാൻ കാരണമാണ് അന്ന് അത് ഓർക്കുമ്പോൾ. സാരമില്ല, ലോകത്ത് ആരും ചെയ്യാത്തതൊന്നും അല്ലല്ലോ ഇതൊക്കെ. നിന്റെ ഈ കോംപ്ലക്സ് ആണ് ഇതിനൊക്കെ കാരണം. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾ വേറെയില്ലേ? നീ മാത്രമേ ഉള്ളോ? രശ്മിയുടെ ഏങ്ങലടി വർദ്ധിച്ചു. സുഹേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഈ ഞാൻ മറ്റൊരാളുടേതായിരുന്നു. നാളെ സുഹേട്ടനോടൊപ്പം ചേരാൻ പോകുന്ന കുഞ്ഞും മറ്റൊരാളുടേതാണ്. ഞാനിത് എങ്ങനെ സഹിക്കും സുഹേട്ടാ? ചേ ചേ, ഡോൺ ബി ചീപ്പ്. കരയാതെ ചെന്ന് കിടക്കാൻ നോക്ക്. അല്ല, അങ്ങനെ അങ്ങ് കിടന്നാലോ? മണി 9 ആയുള്ളൂ. എന്തെങ്കിലും കഴിക്കണ്ടേ? വല്ലതും ഉണ്ടാക്കിയോ? ഇല്ല എന്ന് രശ്മി തലയാട്ടി. ഓക്കെ, ഗെറ്റ് റെഡി. ഡ്രസ്സ് മാറ്. നമുക്ക് വെളിയിൽ പോയി ഭക്ഷണം കഴിക്കാം. ഇന്നത്തെ അത്താഴം സേതുരാമൻ പോറ്റിയുടെ വളിച്ച സാമ്പാറും പുളിച്ച നെയ്റോസ്റ്റും. അവരുടെ മൂഡ് മാറി വന്നു. ഇരുവരും ഉത്സാഹത്തോടെ ഹോട്ടലിൽ പോയി ആഹാരം കഴിച്ചു. മനസ്സിലെ കയ്പകറ്റാൻ ഐസ്ക്രീമും കഴിച്ചു. ദാമ്പത്യം ഇങ്ങനെയാണ്. പരസ്പരം മനസ്സിലാക്കാൻ തയ്യാറായാൽ മതിലുകൾ ഉയരില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും യഥേഷ്ടം സ്വീകരിക്കാൻ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്നിടുന്ന ദമ്പതികൾക്ക് ഏത് കൊടുങ്കാറ്റിനെയും ചായക്കോപ്പയ്ക്കുള്ളിൽ ഒതുക്കാൻ കഴിയും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സുഹാസിൽ നിന്ന് സ്വന്തം ചുണ്ടുകളെ വിടർത്തിക്കൊണ്ട് രശ്മി മന്ത്രിച്ചു. നാളെ ഈ മുറിയിലൊരു തൊട്ടിലുണ്ടാവും. അതിൽ നമ്മുടെ കുഞ്ഞും. ആലിലെ കണ്ണൻ്റെ ചൈതന്യം തുളുമ്പുന്ന ഒരു ചോര കുഞ്ഞ്. നല്ല വെളുപ്പ് നിറം. ഒരു നിമിഷം അതിനെ നോക്കിയിരിക്കുമ്പോൾ സുഹാസിന് വിശ്വസിക്കാൻ തോന്നി അത് തൻ്റെ കുഞ്ഞാണെന്നും. രശ്മിയിൽ തനിക്ക് പിറന്ന കുഞ്ഞ്. ഡോക്ടർ വിമല മേനോൻ്റെ കയ്യിലെ വെള്ള തുണിയിലിരുന്ന് അവൻ കൈകാലുകൾ ഇളക്കി. 5 ദിവസമായി ഇൻക്യുബേറ്ററിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇവൻ. ഇന്നാണ് വെളിയിൽ വന്നത്. ഡോക്ടർ വാച്ച് നോക്കി. കുഞ്ഞിനെ ഏറ്റുവാങ്ങാം, രാഹുകാലം കഴിഞ്ഞു. ഒരു അവാർഡ് സ്വീകരിക്കുന്ന ആർജവത്തോടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങുമ്പോൾ സുഹാസിനേക്കാൾ മുമ്പേ കണ്ണു നിറഞ്ഞത് രശ്മിക്കാണ്. ഡോക്ടറുടെ മുഖത്തെ തമാശാ ഭാവം മാറി. അവർ ഗൗരവത്തിലായി. ലുക്ക്, ഈ കുഞ്ഞിൻ്റെ ഭൂതകാലം ഇതോടെ മാഞ്ഞു. ഇനി ഇതിന് ഒരു ഭൂതകാലമില്ല. നിങ്ങളുടേതാണ്. ഹൃദയത്തിൻ്റെ ഒരംശമായി കരുതി വളർത്തു. സുഹാസിൻ്റെ കൈകൾ ഒരു വലിയ നന്ദിയോടെ കൂമ്പി. എങ്ങനെ താങ്ക്സ് പറയണമെന്ന്? നോ, ഇതൊരു നിയോഗമാണ്. നിങ്ങൾക്കും എനിക്കും അറിയാൻ വയ്യാത്ത ഏതോ ഒരിടത്ത് തീരുമാനിക്കപ്പെട്ട നിയോഗം. നമ്മളൊക്കെ കഥാപാത്രങ്ങൾ. ഈശ്വരൻ്റെ തിരക്കഥയിലെ വെറും കഥാപാത്രങ്ങൾ. ഡോക്ടർ ഒരു കടലാസ് നീട്ടി. കുഞ്ഞ് ജനിച്ച സമയം ഇതിലുണ്ട്. അതനുസരിച്ച് നാൾ നിശ്ചയിക്കാം, ജാതകം എഴുതിക്കാം. പിന്നെതാ ഈ ചാർട്ടിൽ എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. കൊടുക്കേണ്ട ആഹാരം, മരുന്നുകൾ, ശുശ്രൂഷിക്കേണ്ട വിധം ഒക്കെ. ബ്രസ്റ്റ് ഫീഡിംഗ് ലഭിക്കാത്ത കുഞ്ഞല്ലേ, ആദ്യമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം. പോകാൻ നേരം ഡോക്ടർ പറഞ്ഞു, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുക. ഐ ആം അറ്റ് യുവർ സർവീസ് ഓൾവേസ്. വന്നത് 2 പേർ, മടങ്ങുന്നത് 3 പേർ. സുഹാസ് അല്പം ഫിലോസഫിക്കലായി. ഇവൻ ഈശ്വരൻ നമുക്ക് വേണ്ടി എവിടെയോ സൂക്ഷിച്ചിരുന്നു ഇത്രയും നാൾ. നമുക്ക് സ്വാമിജിയുടെ അടുത്തേക്ക് പോയാലോ? കുഞ്ഞിനെ ആദ്യം അദ്ദേഹം അനുഗ്രഹിക്കട്ടെ. താഴെ മണൽത്തിട്ടയോട് ചേർത്ത് കാർ നിർത്തിയപ്പോൾ എരിയുന്ന വിറകിൽ നെയ് വീഴുമ്പോഴുള്ള സുഗന്ധം മൂക്കിലിടിച്ചു കയറി. പടി കയറുമ്പോൾ കണ്ടു ഹോമം നടക്കുകയാണ്. മുറ്റത്ത് ചതുരത്തിൽ അടുക്കി വെച്ച ചുടുകട്ടയ്ക്കുള്ളിൽ നിന്ന് തീ ഉയരുമ്പോൾ ചുറ്റും 10-15 പേർ. എല്ലാവരും കാവി ധരിച്ചിരിക്കുന്നു. മുറ്റത്തിൻ്റെ മൂലയിൽ വിറക് പെറുക്കിക്കൊണ്ട് നിന്ന കാവിധാരിയോട് സുഹാസ് ചോദിച്ചു, സ്വാമിജിയെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാമല്ലോ, ഹോമം കഴിഞ്ഞു. ദാ ആ മുറിയിലുണ്ട്. ദീപ്തമായ മുഖം, ഹൃദയം നിറഞ്ഞ ചിരി. അതാണ് സ്വാമിജി. അദ്ദേഹം കൗതുകത്തോടെ കുഞ്ഞിനെ നോക്കി. അതിനെ വാങ്ങി മടിയിൽ കിടത്തി. പ്രശ്നത്തിന് പരിഹാരമുണ്ടായി അല്ലേ? അദ്ദേഹം കുഞ്ഞിൻ്റെ നെറ്റിയിൽ കൈ അമർത്തി പിടിച്ച് കണ്ണടച്ചു. ദീർഘനേരം ഇരുന്നു. സന്തോഷത്തോടെ പോകൂ. ഇതിനെ സന്തോഷത്തോടെ വളർത്തൂ. ജീവിതമാണ്. എന്നും എപ്പോഴും സന്തോഷം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ഈശ്വരൻ തുണയുണ്ടാകും. നമസ്കരിച്ച് യാത്ര പറയുമ്പോൾ സ്വാമിജി പറഞ്ഞു, മനസ്സ് കൊള്ളുമ്പോൾ ഇവിടെ വരാം. അങ്ങനെയുള്ളവർക്ക് ഒരു തണൽ മരമാണ് ഈ ആശ്രമം. കാർ നീങ്ങുമ്പോൾ സുഹാസിന് തോന്നി ഇവൻ പരിശുദ്ധനാക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ കാണാൻ ആദ്യം എത്തിയത് ബാങ്ക് മാനേജർ ഫ്രാൻസിസ് ആണ്. അഡാപ്റ്റ് ചെയ്യാൻ ഉദ്ദേശമുള്ളതായി നേരത്തെ പറഞ്ഞിരുന്നില്ലല്ലോ. ഉദ്ദേശമുണ്ടായിരുന്നില്ല. അറേഞ്ച് ചെയ്തത് ഡോക്ടർ വിമല മേനോനാണ്.
ഓ, നമ്മുടെ ഗൈനക്കോളജിസ്റ്റ്. എവിടെ കുഞ്ഞ്? കാണട്ടെ. ഫ്രാൻസിസ് തൊട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കി. നല്ല കുട്ടി. ഏതോ നല്ല രക്തത്തിൽ പിറന്നതാണ്. കഷ്ടം. സുഹാസിൻ്റെയും രശ്മിയുടെയും മുഖം മങ്ങി. എനിവേ, ഇവൻ ഭാഗ്യവാനാണ്. നിങ്ങളുടെ കയ്യിലാണല്ലോ വന്നു ചേർന്നത്. ഹീ ബ്രോട്ട് യു ലക്ക്. ഇവൻ ഭാഗ്യം കൊണ്ടാണ് വന്നത്. സുഹാസ് മനസ്സിലാവാത്ത മട്ടിൽ നോക്കി. ഞാൻ അത് പറയാൻ കൂടിയാണ് വന്നത് സുഹാസ്. യു ആർ പ്രൊമോട്ടഡ് ടു സ്കെയിൽ 2. ഇന്നലെ ഫാക്സ് വന്നു. കൂട്ടത്തിൽ പുതിയ പോസ്റ്റിങ്ങും. പേരൂർക്കട ബ്രാഞ്ച് മാനേജറായി. സുഹാസ് സന്തോഷം പുറമേ കാട്ടിയില്ല. ഇതൊക്കെ സർവീസിൽ സ്വാഭാവികമെന്ന മട്ടിൽ രശ്മിയെ നോക്കി. ജവഹർ നഗറിൽ നല്ലൊരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒഴിയുന്ന മാനേജറുടേത്. വലിയ വീട്, നല്ല ലൊക്കാലിറ്റി. ഈ ചീത്ത ക്വാർട്ടേഴ്സ് വിട്ടുകളയാം. എൻ്റെ കാര്യമാണ് കഷ്ടം. ബ്രാഞ്ചിലേക്കുള്ള ദൂരം ഇനിയും കൂടും, രശ്മി പറഞ്ഞു. ചായക്കപ്പ് കയ്യിലെടുത്തുകൊണ്ട് ഫ്രാൻസിസ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആറമ്മിനെ ഒന്ന് കാണും. കരകുളം ബ്രാഞ്ചിലൊരു വേക്കൻസി ഉണ്ട്. അതാകുമ്പോൾ അടുത്താണ്. പച്ച പെയിൻ്റ് അടിച്ച ഗേറ്റ്, അകത്ത് സിമെൻറ്റ് പാരപ്പറ്റ് കെട്ടിയ വഴിത്താര, ഇരുവശങ്ങളിലും പണ്ടാരോ ഉണ്ടാക്കിയ ഗാർഡൻ. ഞങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന പരിഭവത്തോടെ ചെടികൾ വാടി നിൽക്കുന്നു. മുറ്റം അവസാനിക്കുന്നത് കാർ പോർച്ചിലാണ്. പോർച്ച് കടന്നാൽ വരാന്ത. അകത്ത് 2 ബെഡ്റൂമുകൾ, ഒരു ഡ്രോയിങ് റൂം, കിച്ചൺ. നല്ല വീട് അല്ലേ? പക്ഷേ ഈ റോഡിലെ മറ്റു വീടുകൾ വെച്ച് നോക്കുമ്പോൾ ചെറുത്, രശ്മി പറഞ്ഞു. നീ മറ്റു വീടുകൾ നോക്കാൻ പോകണ്ട. അടുത്ത വീട് ചൂണ്ടിക്കാട്ടി രശ്മി പറഞ്ഞു. ദേ കണ്ടോ, അതിൻ്റെ കുളിമുറിയുടെ വലിപ്പം വരും നമ്മുടെ വീടിന്. സുഹാസ് ശ്രദ്ധിച്ചു. കൂറ്റൻ മാളിക, അതിമനോഹരമായൊരു പൂന്തോട്ടം. ആ കെട്ടിടത്തെ മേക്കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. വശത്ത് ഷട്ടിൽ കോർട്ട്. കെട്ടിടത്തിൻ്റെ ഫ്രണ്ടേജ് തന്നെ വരും 200 അടി. കൂറ്റൻ കട്ടിങ്ങുകൾ റോഡിൽ നിന്നേ കാണാം. 3-ാം നിലയിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന 2 എടുപ്പുകൾക്കിടയിലുള്ള ചരിവ് അലങ്കാര ഓടുകൾ പാകി മനോഹരമാക്കിയിരിക്കുന്നു. കാശ് ചെലവാക്കാൻ ഒരു വഴിയും കാണാതെ വിഷമിക്കുന്ന ആരുടെയോ വീടാണത്. ഗേറ്റിൽ കൊത്തിയിരിക്കുന്ന പേര് സുഹാസ് വായിച്ചു. മഡോണ. ഗൾഫ് വീടാണെന്ന് തോന്നുന്നു. ആകെ ഒരു ഫോറിൻ ടച്ച് പേരിൽ വരെ. എന്തായാലും നമ്മുടെ വീടിനൊരു ഐഡൻറ്റിറ്റിയായി. വീട് തിരക്കി വരുന്നവർക്ക് ഈ കൊട്ടാരത്തിൻ്റെ അടുത്ത വീട് കണ്ടുപിടിക്കാൻ പ്രയാസം വരില്ല. സന്തോഷത്തിലായിരുന്നു സുഹാസും രശ്മിയും. കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സന്തോഷം, കുഞ്ഞു കൂടെ കൊണ്ടുവന്ന ഭാഗ്യത്തിൻ്റെയും പേരിലുള്ള സന്തോഷം. സുഹാസിന് പ്രമോഷനായി ജവഹർ നഗർ എന്ന പോഷ് ലൊക്കാലിറ്റിയിലേക്ക് പാസ്പോർട്ട് കിട്ടി. രശ്മിക്ക് പേരൂർ കടയ്ക്കടുത്തുള്ള വഴിയില ബ്രാഞ്ചിലേക്ക് മാറ്റവും ലഭിച്ചു. കുഞ്ഞിനെ നോക്കാനായി രശ്മി നീണ്ട ലീവ് എടുത്തു. പ്രസവിക്കാത്ത അമ്മയായതുകൊണ്ട് മെറ്റേണിറ്റി ലീവ് കിട്ടില്ല. ശമ്പളമില്ലാത്ത അവധി തന്നെ ശരണം. കൂടെ വന്ന് താമസിക്കാൻ നിർബന്ധിച്ചെങ്കിലും അച്ഛൻ അഡ്വക്കേറ്റ് നമ്പ്യാർ വഴങ്ങിയില്ല. നിങ്ങളുടെ ലൈഫിൽ ഞാനൊരു റിട്ടയർമെൻറ്റ് ബോറടിയായി എന്തിനു കൂടണം? എനിക്ക് ഈ കൊച്ചു വീട് തന്നെ സ്വർഗം. പാറത്തള്ള ഉണ്ടാക്കി തരുന്ന ഉപ്പില്ലാത്ത കറികളും ഉള്ളുവേകാത്ത ഇഡലിയും. എനിക്ക് 5 കോഴ്സ് ഡിന്നർ. മിക്ക ദിവസങ്ങളിലും അദ്ദേഹം ജവഹർ നഗറിൽ വരും. രാവിലെ 10:30 പുറപ്പെട്ട് സിറ്റി സർവീസ് ബസ്സിൽ വെള്ളയമ്പലത്തിറങ്ങി അനായാസം നടന്നു വഴിയോര കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ജവഹർ നഗറിലെത്തും. ഉച്ചയ്ക്ക് മുമ്പ് മടങ്ങും. ചില ദിവസം ഊണ് കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ടാവും മടക്കം. ആ വൃദ്ധഹൃദയം സംതൃപ്തിയോടെ തീരത്തേക്ക് അണയുന്നു. ഒരിടവേളയിൽ മകളുടെ ദുരിതം ഉലച്ച മനസ്സിൽ വീണ്ടും ശാന്തിയുടെ നെയ്ത്തിരി കത്തി തുടങ്ങുന്നു. കുഞ്ഞിനോട് ആദ്യമൊന്നും വലിയ മമത കാണിച്ചില്ല നമ്പ്യാർ. പിന്നെ അത് മാറി. കുഞ്ഞിനെ ഒക്കത്തെടുത്ത് നടക്കാനും അതിനോട് കൊഞ്ചാനും തുടങ്ങി. വാടാ, നിന്നെയും എടുത്ത് ഈ ഡ്യൂപ്ലിക്കേറ്റ് അപ്പൂപ്പൻ ഒന്ന് ഉലകം ചുറ്റിയേച്ച് വരട്ടെ. 6 മണിയോടെ വീട് സജീവമാകും. സുഹാസിൻ്റെ ബൈക്കിൻ്റെ ശബ്ദം റോഡിൽ കേൾക്കുമ്പോഴേ രശ്മി പറയും, ദേ വരുന്നു മോൻ്റെ അച്ഛൻ. കാറുണ്ടെങ്കിലും ബൈക്കിലാണ് സുഹാസിൻ്റെ യാത്ര. കാർ ഫാമിലി ട്രിപ്പിന് മാത്രം. പെട്രോൾ മുതലാകില്ല എന്നാണ് അയാളുടെ ന്യായീകരണം. മറ്റൊന്നുകൂടിയുണ്ട്, സിറ്റിയിലെ ട്രാഫിക്കിന് പറ്റിയത് ബൈക്കാണത്രേ. കാറാകുമ്പോൾ ട്രാഫിക് ജാമിൽ കുരുങ്ങിക്കിടക്കും. ബൈക്കാണെങ്കിൽ കിട്ടുന്ന ഗ്യാപ്പിലൂടെ എടുത്ത് സമയത്ത് ഓഫീസിലെത്താം. മുറ്റത്ത് ബൈക്ക് സ്റ്റാൻഡ് തട്ടി വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ് അകത്തേക്ക്. എവിടെ കൊച്ചുണ്ണി? ഈ കൊച്ചുണ്ണി വിളി രശ്മിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ സുഹാസിന് അതിന് വിശദീകരണങ്ങളുണ്ട്. അയാളുടെ വീട്ടിലെ ചെല്ലപ്പേര് ഉണ്ണിക്കുട്ടൻ എന്നാണ്. ആ പേരിൽ ഉണ്ണി മകനിൽ ഉണ്ടാവണമെന്നാണ് നിർബന്ധം. ഉണ്ണിക്കുട്ടൻ്റെ മകൻ കൊച്ചുണ്ണി. ആ പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു കള്ള ലക്ഷണം. കായംകുളം കൊച്ചുണ്ണി എന്നൊക്കെ കേൾക്കുന്നത് പോലെ.
കുഞ്ഞിനെ പന്ത് പോലെ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് സുഹാസ് പറയും, കള്ളനാണല്ലോ ഇവൻ. ആരാണെന്ന് അറിയിക്കാതെ പതുങ്ങി കടന്നു വന്ന കള്ളൻ. എതിരെയുള്ള വീട്ടിൽ താമസിക്കുന്നത് പാരമ്പര്യേതര ഊർജ വിഭാഗത്തിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും കുടുംബവുമാണ്. ഡയറക്ടറേറ്റ് ഓഫ് നോൺ കൺവെൻഷൻ എനർജി എന്ന നെറ്റിപ്പട്ടം കെട്ടിയ കാർ രാവിലെ വരുന്നതും മെലിഞ്ഞു നീണ്ട വയറിന്റെ ഭാഗത്തും മാത്രം വണ്ണമുള്ള ഒരു മധ്യവയസ്കൻ അതിൽ കയറി പോകുന്നതും സുഹാസ് കാണാറുണ്ട്. ഒരു ഞായറാഴ്ച അയാൾ അങ്ങോട്ട് കയറി ചെന്നു. സിറ്റ് ഔട്ടിൽ പത്രം വായിച്ചിരിക്കുകയായിരുന്നു ഉണ്ണിക്കുടവയറൻ. ഗുഡ് മോർണിംഗ് സാർ. തിരികെ ഗുഡ് മോർണിംഗ് പറയാതെ അദ്ദേഹം ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. എൻ്റെ പേര് സുഹാസ് ഡി മേനോൻ. യെസ്. ഞാൻ അടുത്ത വീട്ടിൽ പുതുതായി താമസിക്കാൻ വന്നതാണ്. യെസ്. കൂടെ വൈഫും മകനുമുണ്ട്. യെസ്. ഞാനൊരു ബാങ്ക് മാനേജറാണ്. യെസ്. അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ യെസ് എന്നൊരു പദം മാത്രമേ ഉള്ളൂ. ശവസംസ്കാരത്തിൽ പങ്കെടുക്കുന്ന ഭാവമാണ് മുഖത്ത്. ഗുഡ് മോർണിംഗിന് പകരം ബാഡ് മോർണിംഗ് പറയുകയായിരുന്നു ഭേദം. ഐ തൊട്ട് ഐ മസ്റ്റ് കം ടു യു. ഒന്ന് പരിചയപ്പെടണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. യെസ്. സ്ഥലം കാലിയാക്കുകയാണ് ഭംഗിയെന്ന് സുഹാസിന് തോന്നി. ഇനി ഇവിടെ ഇരുന്നാൽ കൂടുതൽ യെസ്സുകൾ കേൾക്കേണ്ടി വരും. ഞാൻ ഇറങ്ങട്ടെ സാർ, ബിസിയാണെന്ന് തോന്നുന്നു. യെസ് മിസ്റ്റർ സതീഷ്. സതീഷ് അല്ല സാർ, സുഹാസ്. അതെ, സുഭാസ്. ഞായറാഴ്ച പതിപ്പിലെ വാരഫലം കോളത്തിലേക്ക് മടങ്ങുന്ന തിരക്കുള്ളയാളോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ സുഹാസിന് തോന്നി, പാരമ്പര്യേതര ഊർജ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ പാരമ്പര്യമായി തന്നെ ഇത്ര ഊർജമില്ലാത്ത ആളാണോ? അടുത്ത വീട്ടിലൊന്ന് കയറിയാലോ? അവിടെയുള്ളവർക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിലോ? ആൾക്കാരെ പരിചയപ്പെടുക എന്നത് തൻ്റെ തൊഴിലിൻ്റെ ഭാഗമാണല്ലോ. വരാന്തയിൽ ഒരു സ്ത്രീ തൂത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാരി പകുതി എളിയിൽ പൊക്കി കുത്തിയിട്ടുണ്ട്. മാംസളമായ കാലുകൾ ഒരന്യപുരുഷൻ കാണുന്നതിൽ അവർക്കൊരു ഇലജ്ജയുമില്ലെന്ന് തോന്നി. ഇവിടുള്ള ഒരെണ്ണത്തിന് ഒരു ശ്രദ്ധയില്ല. കണ്ടില്ലേ വീട് കിടക്കുന്നത്? വീട് വൃത്തിയായി സൂക്ഷിക്കുക, എടുക്കുന്ന സാധനങ്ങൾ അതാതെടുത്ത് വെക്കുക. അതെങ്ങനെ? തന്ത കാണിക്കുന്നത് കണ്ടല്ലേ പിള്ളേർ പഠിക്കുന്നത്. ജീവിതത്തിൽ ആദ്യം കാണുന്ന ആളോടാണ് ഈ തൊള്ള തുറക്കൽ. ഞാൻ അടുത്ത വീട്ടിൽ അറിയാം, ബാങ്ക് മാനേജർ. കയറിയിരിക്കെ. അയാൾ കയറിയിരുന്നു. ഭാര്യ മച്ചിയാ അല്ലേ? പാലുകാരി പറഞ്ഞു ആ കൊച്ചിനെ ദത്തെടുത്തതാണെന്ന്. സുഹാസിന് ഇഷ്ടക്കേട് തോന്നി. എത്ര വേഗം ന്യൂസ് പരക്കുന്നു. ഇതൊക്കെ പാൽക്കാരി എങ്ങനെ അറിഞ്ഞു? അയാൾ വിഷയം മാറ്റി. ഞാൻ പരിചയപ്പെട്ടില്ല. ഓ, എന്തോന്ന് പരിചയപ്പെടാനാ? ഞാനൊരുത്തി മുതുകൂത്തു ആടി ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങോട്ട് വാ എന്ന് വിളിച്ച അങ്ങോട്ട് പോകുന്ന പിള്ളേർ. ഈ വയസ്സുകാലത്ത് എനിക്കിതുങ്ങടെ പുറകെ ഓടാൻ പറ്റുമോ? താമസിച്ച് കല്യാണം കഴിച്ചതിൻ്റെ ദോഷം, അല്ലാതെ എന്ത് പറയാൻ. ഹസ്ബൻഡ് ദേ അകത്ത് ചക്ക വെട്ടിയിട്ട മാതിരി കിടന്നുറങ്ങുന്നു. ഞായറാഴ്ച ഉച്ചവരെ കിടന്നുറങ്ങും. ഐശ്വര്യക്കേടല്ലേ അത്? വീട്ടിലെ ഗൃഹനാഥൻ ചന്തിക്ക് വെയിലടിച്ചാൽ എണീക്കില്ലെന്ന് വെച്ചാൽ വിളിക്കണോ? വേണമെങ്കിൽ മുഖത്ത് വെള്ളം തളിച്ചുണർത്തിക്കൊണ്ട് വരാം. സുഹാസ് പെട്ടെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ പിന്നെ വന്ന് പരിചയപ്പെട്ടോളാം. അയാൾ പോകാനായി എണീറ്റു. ഭർത്താവിന് ജോലി ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലാ. ആട്ടെ, ഗ്യാസ് ഉണ്ടോ? എപ്പോഴും ഇല്ല. ഉണ്ടാകുമ്പോൾ വെളുത്തുള്ളി ചതച്ച് പാലിലിട്ട് കുടിക്കും. അതല്ല, ഗ്യാസ് കണക്ഷൻ ഉണ്ടോന്ന്? ഉണ്ട്. മണ്ണെണ്ണ സ്റ്റൗ കത്തിക്കുന്ന വല്ല പരിപാടിയുണ്ടോ? കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നത് സ്റ്റൗവിലാണ്. ഇനി ആ പരിപാടി വേണ്ട. മണ്ണെണ്ണയുടെ സ്മെല്ല് എനിക്ക് അലർജിയാ. മുമ്പ് താമസിച്ചിരുന്നവരുമായി സ്ഥിരം വഴക്കായിരുന്നു. ഒരു ദിവസം സഹിക്കാൻ മേലാഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. സ്റ്റൗ എടുത്ത് മുറ്റത്തിട്ട് തീ കൊളുത്തി. പോലീസ് കേസ് വരെ ആയതാ. ആനിമൽ ഹസ്ബൻഡറി ഉദ്യോഗസ്ഥൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സുഹാസിന് തോന്നി അയാൾക്ക് പറ്റിയ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇതെന്ന്. ആനിമലിൻ്റെ ഹസ്ബൻഡ്. അപ്പോഴാണ് സുഹാസിന് അടുത്ത വീടിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അവിടെ ഒന്ന് കയറിയാലോ? കൂറ്റൻ വീട്. ആഞ്ഞൊന്ന് മുട്ടിയാൽ കുറച്ച് ഡെപ്പോസിറ്റുകൾ തരപ്പെടുത്തി എടുക്കാം. പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വന്നു, അവിടെ ആൾതാമസമില്ല. ഉടമസ്ഥർ ജർമ്മനിയിലാണ്. ഒരു നോട്ടക്കാരൻ മാത്രമേ ഉള്ളൂ. അയാളെ പിടിച്ചാൽ ജർമ്മൻകാരൻ്റെ അഡ്രസ്സ് കിട്ടും. ഒരു NRI അക്കൗണ്ടിന് സ്കോപ്പുണ്ട്. പെട്ടെന്ന് സുഹാസ് നിന്നു. അല്ലല്ലോ, അവിടെ ആൾതാമസം ഉണ്ടല്ലോ. മുറ്റത്ത് ലോറി കിടക്കുന്നു. അതിലെ സാധനങ്ങൾ ഇറക്കുകയാണ്. പോർച്ചിൽ പുതിയ BMW കാർ. ആരോ താമസത്തിന് വന്നിരിക്കുന്നു. ആരാണത്? ഉടമസ്ഥനോ വാടകക്കാരനോ? മുറ്റത്ത് നിന്ന് ബൈക്കിൽ പുറത്തേക്ക് വരുന്ന ഫുൾ കൈ ഷർട്ടുകാരനെ സുഹാസ് തടഞ്ഞു നിർത്തി ചോദിച്ചു. ആരാണ് ഇവിടെ താമസത്തിന് വന്നത്? കേട്ടിട്ടില്ലേ, ഡോക്ടർ ജയന്ത് ഗോപാൽ? സുഹാസ് അമ്പരന്നു പോയി. ഡോക്ടർ ജയന്ത് ഗോപാൽ, തൻ്റെ അയൽവാസി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സുഹാസിന്. MAക്ക് പഠിക്കുമ്പോൾ ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിൽ പഠിപ്പിച്ച ഭയങ്കരൻ നായർ എന്ന ഇരട്ടപ്പേരുള്ള
ഭൈരവൻ നായർ പറഞ്ഞ വാക്കുകൾ അയാൾക്ക് ഓർമ്മ വന്നു. മിസ്റ്റർ ജയന്ത് ഗോപാൽ നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ ടു ഇൻ എക്കണോമിക് സ്റ്റുഡൻറ്റ്. മുഖവൊരാവശ്യമില്ലാത്ത വ്യക്തിത്വം, അതാണ് ഡോക്ടർ ജയന്ത് ഗോപാൽ. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അവസാന വാക്ക്. ഇന്ത്യയിലെ എക്കാലത്തെയും മികച്ച എക്കണോമിസ്റ്റ്. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഭിത്തിയിൽ പേര് തൂക്കിയിടാൻ ഭാഗ്യം സിദ്ധിച്ച ഒരേ ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. ദാരിദ്ര്യം അനുഭവിക്കുന്ന മൂന്നാം ലോക രാഷ്ട്രങ്ങളുടെ വികസനത്തിനായി അദ്ദേഹം സമർപ്പിച്ച കരട് രേഖ ആഗോള സാമ്പത്തിക രംഗത്തെ ബൈബിളിലായി വാഴ്ത്തപ്പെട്ടിരിക്കുന്നു. അഭിമാനം തോന്നി സുഹാസിന്. കോളേജിൽ താൻ ആരാധനയോടെ പഠിച്ച ജയന്ത് മോഡൽ ഓഫ് എക്കണോമിക്സ് ഗ്രോത്തിൻ്റെ ശില്പി തൻ്റെ അയൽക്കാരനാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അയാൾ ഉത്സാഹത്തോടെ വീട്ടിലേക്ക് ചെന്നു. രശ്മി, നീ അറിഞ്ഞോ? അടുത്ത വീട്ടിൽ പുതിയ താമസക്കാർ വന്നിരിക്കുന്നു. ആ, രാവിലെ ലോറിയിൽ സാധനങ്ങൾ എടുക്കുന്നത് കണ്ടു. ആരാ പുതിയ താമസക്കാരനാണെന്നറിയാമോ? ഡോക്ടർ ജയന്ത് ഗോപാൽ. ആരാ? ഓ, ആ എക്കണോമിസ്റ്റ്. അങ്ങേർക്കെന്താ ഇവിടെ കാര്യം? അങ്ങേരോ? അദ്ദേഹം എന്ന് വിളിക്കടി. ആരാ ഡോക്ടർ ജയന്ത് ഗോപാൽ എന്നറിയാമോ? ആരായാലും എനിക്കെന്താ? സുഹേട്ട മോനെ ഒന്ന് എടുക്ക്, ഞാൻ ഈ കൂവരകൊന്ന് അരച്ചെടുത്തോട്ടെ. കുഞ്ഞിനെയും എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ സുഹാസ് പറഞ്ഞു, നീ ഭാഗ്യവാനാടാ കൊച്ചുണ്ണി. വളരുമ്പോൾ നിനക്ക് പറയാലോ, ഒരു വലിയ മഹാന്റെ അയൽക്കാരനായിരുന്നു ഞാനെന്നു. കൺമണി എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.